എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 47, ശ്ലോകം 11, 12, 13, 14. 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആ ഗോപസ്ത്രീകള് ഉദ്ധവനോട് പറഞ്ഞും കരഞ്ഞും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ട് അവരുടെ മുമ്പിൽ വന്ന് അങ്ങോട്ട് വീഴാണ്. അപ്പൊ ആ വണ്ടിനോട് എന്നുള്ള മട്ടില് ആ ഗോപസ്ത്രീകള് ഉദ്ധവന്റെ മുമ്പിൽ വെച്ച് ആ വണ്ടിനോടെന്നുള്ള മട്ടില് പറയാണ്. അതാണ് അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങള്. ഭ്രമരഗീതം എന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. കാചിൻ മധുകരം ദൃഷ്ട്വാ ധ്യായന്തി കൃഷ്ണസംഗമം പ്രിയപ്രസ്ഥാപിതം ദൂതം കൽപ്പയിത്വേദമബ്രവീത്. ഇങ്ങനെ ആ പാടിയും കരഞ്ഞും കൊണ്ടിരിക്കുന്ന ആ ഗോപികളുടെ ആ സംഘത്തിന്റെ മധ്യത്തില് പുഷ്പത്തില് ചെന്നിരുന്നിങ്ങനെ തേൻ കുടിച്ചു മതിച്ചു മുരണ്ടുകൊണ്ട് ശരീരം മുഴുവനും ഇങ്ങനെ പൂമ്പൊടി വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ വണ്ടിന്റെ നിറം കുറച്ച് മഞ്ഞ. പൂമ്പൊടി ഇങ്ങനെ ആ കറുത്തുള്ള വണ്ടിന്റെ മേത്ത് മഞ്ഞ നിറത്തിലുള്ള പൂമ്പൊടി പറ്റി പിടിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു വണ്ട് അവരുടെ മുമ്പിൽ വന്ന് അങ്ങോട്ട് വീഴുകയാണ്. അപ്പോഴാണ് സരസയായിട്ടുള്ള ഒരു ഗോപിക്ക് ആ ശ്രീകൃഷ്ണനോടുണ്ടായിട്ടുള്ള ആ സംഗമത്തിന്റെ വിചാരം അത്യന്തം അങ്ങോട്ട് അധികരിച്ചു. പെട്ടെന്ന് അതിനങ്ങോട്ട് തോന്നുകയാണ്. അപ്പൊ ഒരു കവയിത്രി കവിത രചിക്കുന്ന മാതിരി പറയാണ്. അങ്ങനെ ആ പ്രിയനായ കൃഷ്ണൻ സമാധാനിപ്പിക്കാൻ അയച്ചിരിക്കുന്ന ദൂതൻ തന്നെ ഈ വണ്ട്. ഉദ്ധവനെ ഒരു വണ്ട് പോലെ തോന്നുകയാണ് അവർക്ക്. നമ്മളെ സമാധാനിപ്പിക്കാൻ അയച്ചിരിക്കുന്ന ദൂതനാണ് ഈ വണ്ട് എന്നുള്ള മട്ടില് ആ വണ്ടിനോട് അങ്ങനെ അവര് പറയണം ഓരോരുത്തരായിട്ട്. പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ ഭ്രമരഗീതം. ഗോപ്യുവാച മധുപ കിതവ ബന്ധോ മാസ്പൃശാംഘ്രിം സപത്ന്യാഃ കുചവിലുളിതമാലാ കുങ്കുമ ശ്മശ്രുഭിർന വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്തുമീദൃ. ആ ഗോപി പറയാണ്, ഹേ വണ്ടേ, വർണ്ണത്തിന്റെ സാമ്യ നിമിത്തം നീ ശ്രീകൃഷ്ണന്റെ ബന്ധുവാണ്. ശ്രീകൃഷ്ണനും കറുത്തതാണ്, വണ്ടും കറുത്തതാണല്ലോ. നീ ഞങ്ങളുടെ പാദം തൊട്ടരുത്. എന്തുകൊണ്ടെന്നാ നിന്റെ കറുത്ത രോമം അങ്ങനെ തുടുത്തിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. സപത്നിയുടെ കുജങ്ങളിൽ ധരിച്ച കുങ്കുമപ്പൊടി ശ്രീകൃഷ്ണന്റെ കഴുത്തിലിട്ട മാലയില് കലർന്നു. ആ മാലയിലുള്ള തേന് കുടിക്കുമ്പോ നിന്റെ മുഖത്ത് ആ കുങ്കുമം പറ്റിയതല്ലേ. ആ മാനിനികളുടെ സന്തോഷത്തെ സമ്പാദിക്കാനായിട്ട് ശ്രീകൃഷ്ണൻ അവരുടെ പാദങ്ങളിൽ തന്നെ നമസ്കരിച്ചുകൊള്ളട്ടെ. ആരുടെ ദൂതനായിട്ട് നീ വന്നിട്ടുണ്ടോ ആ നിന്റെ സ്വാമിയും നീയും ഒരുപോലെ തന്നെ. അതുകൊണ്ട് ഞങ്ങളുടെ പാദത്തിലൊന്നും നീ നമസ്കരിക്കണ്ട. മധുവൻ എന്ന് പറഞ്ഞാൽ കള്ളുടിയെന്നർത്ഥം. കിതവ ബന്ധു കള്ളന്റെ സഖി, അതും കൂടി അർത്ഥമുണ്ട്. ഇവര് പറയണെന്താ, എടാ വണ്ടേ, നീ കള്ളുകുടിയനും കള്ളന്റെ ബന്ധുവല്ലേ. പ്രായണ കള്ളുകുടിയന്മാരൊക്കെ അന്യന്മാരെ വഞ്ചിക്കുന്നവരാ. ഞങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ച കൃഷ്ണന്റെ പ്രേരണ കൊണ്ട് വന്നിരിക്കുന്ന നീ ഞങ്ങളെ തൊട്ടുപോകരുത്. ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക. ആരെ ആശ്രയിക്കുക നിമിത്തം ശ്രീകൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ അവരെ തന്നെ നിന്റെ യജമാനൻ നമസ്കരിക്കട്ടെ, ഞങ്ങളെ നമസ്കരിക്കാൻ വരണ്ട കേട്ടോ. നീ മധുവനാ, നിന്റെ യജമാനൻ മധുപതി, നിങ്ങൾ രണ്ടുപേരും ചേരും. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗത്തിലാണ്. ആ പ്രേമാധിക്യ നിമിത്തം ഉണ്ടായിട്ടുള്ള ആ ഈർഷ്യ ആ വണ്ടിനോടായിട്ട് ഇങ്ങനെ പറയാ. അല്ലാണ്ട് ഉദ്ധവനോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ. സഹൃദാധരസുധാം സ്വം മോഹിനിം പായയിത്വാ സുമനസൈവ സത്യ തത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കഥം തൽപാദപത്മം ദു പത്മാ യപിപത ഹൃതചേതാ തമശ്ലോകജൽപൈഹി. നിങ്ങളെന്താ ഇങ്ങനെ ശ്രീകൃഷ്ണനെ ഇതുപോലെ നിന്ദിച്ചു പറയണത്? ഇത്രമാത്രം അപരാധം ആ കൃഷ്ണൻ എന്താ ചെയ്തത് എന്നൊന്നും നീ ചോദിക്കേണ്ട വണ്ടേ പറയാ.
ഹേ മധുപ, നിന്റെ മധുപതി പാനം ചെയ്യുന്നവരുടെ ബുദ്ധിയെ മോഹിപ്പിക്കാൻ തക്ക ശക്തിയുള്ള അദ്ദേഹത്തിന്റെ അധരാമൃതുണ്ടല്ലോ, ബലാത്കാരേണ ഞങ്ങളെ ഒരിക്കലും പാനം ചെയ്യിച്ചു. നിന്നെപ്പോലെയുള്ള വണ്ടുകള് ആ പുഷ്പരസങ്ങളെ ആസ്വദിച്ച ശേഷം പൂക്കളെ വെടിഞ്ഞു പോകുന്ന പോലെ തന്നെ ഉടനെ അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തു. നിന്നെ പോലെയുള്ള വണ്ടുകള് ആ പുഷ്പങ്ങളിൽ നിന്ന് അങ്ങനെ മകരന്തം ആസ്വദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കല്ലേ ലാഭം? ആ പൂക്കൾക്ക് എന്താ ലാഭം? വണ്ട് ഉപേക്ഷിച്ചു പോയ ആ പുഷ്പങ്ങൾക്ക് അവർക്ക് പിന്നെ രചനിക്കാനും കൂടി അവകാശമില്ല, തിരിഞ്ഞു നോക്കില്ല. പിന്നെ നീ പൂവിനെ പറയാ, നിങ്ങളുടെ ആ നന്ദിയില്ലായ്മയുണ്ടോ സ്പഷ്ടമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കൃഷ്ണൻ ഉപേക്ഷിച്ചത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന ആ അധരാമൃതം ഞങ്ങൾക്ക് നൽകി ഇഹത്തിലും പരത്തിലും സുഖത്തിന് കാരണമായിരിക്കുന്ന ധർമാധർമ്മങ്ങളെ കുറിച്ചുള്ള ആലോചനാശക്തി ഞങ്ങൾക്ക് ഇല്ലാതാക്കി. അങ്ങനെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ അമൃതപാന നിമിത്തം ഇപ്പൊ അത് കിട്ടാണ്ടേയുമായി. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ എന്താ, ഇഹലോകത്തിലും ഇല്ല സുഖം, പരലോകത്തിലും ഇല്ല എന്ന്. അതായത് ഒരിക്കൽ സിദ്ധിച്ച അമൃതവും ഇല്ല എന്ന്. അതാണ് അതിന്റെ ഉപമയുടെ സാരം. ഇത്ര കഷ്ടത്തിൽ ഞങ്ങളെ അകപ്പെടുത്തിയ ആ മധുപതിയുടെ പാദപത്മത്തെ ലക്ഷ്മിദേവി എങ്ങനെയാണാവോ ആ പാദപത്മത്തെ എങ്ങനെ സേവിക്കണത്? ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. പക്ഷെ അതിന്റെ സംഗതി ഇതായിരിക്കാം, മഹാവിഷ്ണുവിന്റെ മനോഹരങ്ങളായ വാക്കുകളാൽ ആ ലക്ഷ്മിദേവിയുടെ വിചാരശക്തി തീരെ നശിച്ചു പോയിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ ഇത്ര സ്നേഹിച്ച് സേവിക്കാൻ ഒരു മാർഗവുമില്ല ആ ലക്ഷ്മിദേവി. ഞങ്ങള് അത്ര അവിവേകമുള്ളവരല്ല. ഇത്രത്തോളം തോൽപ്പിച്ചത് മതി. ഇനി ഞങ്ങളെ തോൽക്കാൻ ഞങ്ങള് തീരുമാനിച്ചിട്ടില്ലെന്ന്. ഇനി അദ്ദേഹത്തിന്റെ വർത്തമാനം പറയാനായിട്ട് ഇവിടെ താമസിക്കണ്ട, പോയിക്കോ വേഗം പോക്കോ, സ്ഥലം വിട്ടോ. അപ്പൊ അതെന്താ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, കൃഷ്ണൻ ഒരു മനുഷ്യൻ എന്നല്ല വിഷ്ണു തന്നെയാണെന്ന് അവര് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ ഗോപസ്ത്രീകള്. പിന്നെ പറയണു, കിമിഹ ബഹുഷഡംഗ്രേ ഗായസി ത്വം യദൂനാം അധിപതിമഗൃഹാണാമകൃതോ ന പുരാണം വിജയസഖസഖീനാം ഗീയതാം തൽപ്രസംഗ ക്ഷവിതകുജരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാഃ. അധികം ശങ്കാരം ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങനെ മുൻഭാഗത്തിൽ പറക്കാണ് വണ്ട്, പിന്നെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയാണ്, ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള കീർത്തനം ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നും നീ വിചാരിക്കണ്ട കേട്ടോ. ഹേ ഷഡ്പദമേ, നിനക്ക് 6 കാലുണ്ടല്ലോ, വേഗത്തിൽ നീ വേറെ വല്ല ദിക്കിലും പോയിക്കോ. ഇപ്പൊ ശ്രീകൃഷ്ണനെ കുറിച്ച് ഞങ്ങളുടെ മുൻപിൽ വന്നിട്ട് എന്തിനാ ഇങ്ങനെ പാട്ട് പാടുന്നത്? അദ്ദേഹം ഇപ്പൊ വ്രജപതി അല്ലല്ലോ, യദുപതി. ആ വ്രജവാസികളെ പണ്ടൊക്കെ സ്നേഹിച്ചിട്ടുണ്ടാവും. അത് ഉപേക്ഷിച്ചപ്പോ യദുക്കളുടെ ക്ഷേമാന്വേഷണത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ കുറിച്ച് ആ ഗോകുലവാസികളുടെ മുമ്പാകെ കീർത്തിക്കുന്നതുകൊണ്ട് നിനക്ക് യാതൊരു ഫലവും സിദ്ധിക്കില്ല. അതിലും വിശേഷിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പാടിയാൽ നിനക്ക് ഒന്നും കിട്ടാൻ പോണില്ല. ഞങ്ങൾക്ക് ഇരിക്കാൻ വീടും കൂടിയില്ല. അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞങ്ങള് ഗൃഹധർമ്മമൊക്കെ ഉപേക്ഷിച്ച് വനത്തിൽ സഞ്ചരിച്ച് കാലം കഴിക്കുക. നിനക്ക് ഞങ്ങളിൽ നിന്ന് ഒന്നും സിദ്ധിക്കില്ല. അതുകൊണ്ട് മധുരാപുരിയിൽ തന്നെ പൊക്കോ. ഇപ്പോ ശ്രീകൃഷ്ണൻ ആരെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ ഭാഗ്യവതികൾ ശ്രീകൃഷ്ണന്റെ ആലിംഗനത്തെ അനുഭവിച്ച് ആനന്ദിക്കുന്നവരാണ്. അവരുടെ അരികത്ത് ചെന്ന് കൃഷ്ണഗുണങ്ങൾ കീർത്തിച്ചോളൂ. അവര് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നൽകും. കൃഷ്ണൻ അവരെ മാനിച്ചിരിക്കുകയായതുകൊണ്ട് നിന്റെ ഇഷ്ടം ചെയ്യാൻ അവർക്കേ ശക്തിയുള്ളൂ. ഞങ്ങളൊക്കെ പാവങ്ങള് ഇവിടെ നിന്ന് പാടണമെന്നില്ല. വേഗം പോയിക്കോളൂ, സ്ഥലം വിട്ടോളൂ. സാധാരണ വിവേകശൂന്യങ്ങളായ മൃഗങ്ങൾക്ക് 4 കാല് ഉണ്ടാവുള്ളൂ, നിനക്ക് 6 കാലുണ്ട്. അതുകൊണ്ട് നീ മൃഗങ്ങളെക്കാൾ 1.5 ഇരട്ടി അവിവേകി, കൃഷ്ണന്റെ കാപട്യം മുഴുവൻ അറിയാൻ സാമർഥ്യമില്ലാത്തവൻ എന്ന് ആ ഷഡംഗ്രേ എന്നുള്ള സംബോധനയുടെ സ്വാരസ്യം. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.